Today we are going to discuss equilibrium of a rigid body. Equilibrium എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു റിജിഡ് ബോഡി ഇക്വിലിബ്രിയം ആണെന്ന് നമ്മൾ പറയാം? A rigid body is said to be in equilibrium if the net external force acting on it does not change the translational and rotational states of the body. അപ്പോൾ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിജിഡ് ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റിനോ റൊട്ടേഷണൽ സ്റ്റേറ്റിനോ മാറ്റം ഉണ്ടാവരുത്. അങ്ങനെയാണ് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് വെച്ചാൽ എന്താ? ലീനിയറായിട്ട് ആ ബോഡി മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുക. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസിന് ചുറ്റും അത് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റിനോ റൊട്ടേഷണൽ സ്റ്റേറ്റിനോ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴാണ് ചേഞ്ച് വരാത്തത്? നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് പോലും ആ ബോഡിയുടെ ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റിനോ റൊട്ടേഷണൽ സ്റ്റേറ്റിനോ ചേഞ്ച് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഇനി ഫസ്റ്റ് നമ്മൾ ഇതിൽ തന്നെ പഠിക്കുന്നത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരു റിജിഡ് ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റിനോ റൊട്ടേഷണൽ സ്റ്റേറ്റിനോ ചേഞ്ച് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. ഇനി അതിൽ തന്നെ നമ്മൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആവാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ദ റിജിഡ് ബോഡി വിൽ ബി അറ്റ് റെസ്റ്റ് ഓർ ഇറ്റ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് ഒരു റിജിഡ് ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഒന്നില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമായിരിക്കും. യൂണിഫോം ഓർ കോൺസ്റ്റന്റ് വെലോസിറ്റി അങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആ ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നമുക്ക് ഇക്വേഷനൊക്കെ അറിയാം. എന്താ? dp/dt ആണെന്ന് നമുക്കറിയാം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ട്രാൻസ്ലേഷൻ കേസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കാട്ടോ, ലീനിയർ കേസാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ F_external = dp/dt ആണെന്ന് നമുക്കറിയാം. പി എന്ന് പറയുന്നത് എന്താ? മൊമെൻറ്റം ആണ്. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനും നമുക്കറിയാം. എന്താ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ? mv ആണ്. അപ്പോൾ പിക്ക് പകരം നമ്മൾ mv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, എപ്പോഴാണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് ഒരു റിജിഡ് ബോഡി എന്ന് പറയുക? ഒന്നില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കണം. റെസ്റ്റിലായി കഴിഞ്ഞാൽ വെലോസിറ്റി എന്താ? 0 ആണ്. അപ്പോൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോയാലും മതി. കോൺസ്റ്റന്റ് വെലോസിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ d/dt ഓഫ് v ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടുക. കാരണം എന്താ? d/dt ഓഫ് v എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? F_external എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. Thus, a body is said to be at a translational equilibrium if the net external force acting on it is 0. അപ്പോൾ എന്താ കണ്ടീഷൻ? ഒരു റിജിഡ് ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ എന്താ? ആ ബോഡിയിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിട്ടുണ്ടാവരുത്. അല്ലെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്തിരിക്കുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. മൊത്തത്തിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സ് 0 ആയിരിക്കണം. ഇപ്പം ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ഒരു ബുക്കാണെന്ന് വിചാരിച്ചു, നോട്ട് ബുക്കാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും, അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ?
ആ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവണം. മൊത്തത്തിലുള്ള ഫോഴ്സ് നോക്കുമ്പോൾ 0 ആവണം. ഓരോ ഫോഴ്സും 0 ആണെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ അതിലേക്ക് ഫോഴ്സുകൾ ആക്ട് ചെയ്യാനുണ്ടാവും. ഈ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായാലും 0 ആവില്ല. ഒരു ഒബ്ജക്റ്റിന് എന്തായാലും വെയിറ്റ് ഉണ്ടാവുമല്ലോ, അത് 0 ആവില്ല. അങ്ങനെ ഓരോ ഫോഴ്സും 0 ആവണമെന്നില്ല. മൊത്തമായിട്ട് നോക്കുമ്പോൾ എന്താ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഇവിടെ mg ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ട്? r ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ ഫോഴ്സ് എന്തായി? നെറ്റ് ഫോഴ്സ് എന്തായി? 0 ആയി. അപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി കണ്ടീഷൻ ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെയാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം വരുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യണുണ്ടാവരുത്, അല്ലെങ്കിലോ റൊട്ടേറ്റ് ചെയ്യണുണ്ടെങ്കിൽ തന്നെ യൂണിഫോം ആംഗുലാർ വെലോസിറ്റിയിലായിരിക്കണം റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ റെസ്റ്റിലായിരിക്കണം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കണം എന്ന് പറഞ്ഞു ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ. ഇവിടെ എന്താ പറയേണ്ടത്? ഒന്നില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കണം, അതായത് റൊട്ടേറ്റ് ചെയ്യാനുണ്ടാവരുത്. അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കണം? യൂണിഫോം ആംഗുലാർ വെലോസിറ്റിയിലായിരിക്കണം റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാലോ, ടോർക്ക് അല്ല, റൊട്ടേഷൻ കേസിലാകുമ്പോൾ നമ്മൾ ഫോഴ്സ് എന്നല്ല ചെയ്ത ടോർക്ക് എക്സ്റ്റേണൽ ഈക്വൽ ടു dl/dt. നമ്മളവിടെ dp/dt എന്ന് എഴുതിയ പ്ലേസിൽ dl/dt എന്ന് എഴുതി. റൊട്ടേറ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് മൊത്തമായിട്ട് 0 ആയി പോകും. റൊട്ടേറ്റ് ഇപ്പോൾ യൂണിഫോം ആംഗുലാർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വരും? ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ത് വരും? 0 വരും. അപ്പം എങ്ങനെയായാലും ആൻസർ എന്ത് വരും? 0 വരും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ടോർക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോഡിയിലേക്ക് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ആ ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. നമ്മൾ അവിടെ പറഞ്ഞതിൻ്റെ അവിടെ ഫോഴ്സ് പറഞ്ഞ പ്ലേസിലൊക്കെ ഇവിടെ ടോർക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ഇതും കൂടി കമ്പയർ ചെയ്തൊന്ന് പഠിക്കാം കേട്ടോ. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം അതുപോലെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ജനറലായിട്ട് ആദ്യം തന്നെ ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഈ ഡിവിഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ. ഒരു റോളിംഗ് ബോഡി, ഇപ്പോൾ ഒരു വീലാണെന്ന് വിചാരിക്കുക, അത് നമ്മൾ റോള് ചെയ്ത് വിടുകയാണ്. അത് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ടൈപ്പ് മോഷൻ ഉണ്ടാവും? അത് റോൾ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് മോഷൻ അവിടെ ഉണ്ട്, ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും. ഇപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ ആ വീലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം പൊസിഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു റോളിംഗ് ബോഡിക്ക് 2 ടൈപ്പ് മോഷൻ ഉണ്ട്, ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് TKE ഇരിക്കുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഷോർട്ട് ഫോം ആട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണം. ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എത്ര ടൈപ്പ് കൈനറ്റിക് എനർജി വരും? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഉണ്ടാവും, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഉണ്ടാവും. ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ സാധാരണ എഴുതാറുള്ള കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ് 12mv² പ്ലസ് അതിൻ്റെ ഒപ്പം ആരും കൂടി വരും? ഒരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൂടി വരും. ഈ ട്രാൻസ്ലേഷണൽ കേസിനെ റൊട്ടേഷണൽ ആക്കാൻ നമുക്കറിയാം, ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? ഹാഫ് എമ്മിൻ്റെ പ്ലേസിൽ അവിടെ എന്താ യൂസ് ചെയ്യുക? v²ൻ്റെ പ്ലേസിൽ എന്താ യൂസ് ചെയ്യും? ω². അപ്പം നമുക്ക് ഒരു റോളിംഗ് ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. 12mv² പ്ലസ് 12iω². ഇതാണ് ഒരു റോളിംഗ് ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി. ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് പ്രോബ്ലം തരുന്നതിനനുസരിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. നമുക്ക് ഈ വി എന്ന് പറയുന്നത് എന്താ? ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ അറിയാലോ. v = r⍵ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താ? v/r എന്ന് ഉണ്ടാക്കാം. അതുപോലെ I എന്ന് പറയുന്നത് mk² ആണെന്ന് നമുക്കറിയാം. k എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ജനറേഷൻ ആണെന്നറിയാം. അതിൽ നിന്ന് ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഈ ik². ഈ കാര്യങ്ങൾ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ എന്ന് പറയുന്നത് എന്താ എം കെ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്തൊരു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരും. വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പം ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ നിർത്താലോ. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു ഇവിടെ 1i പ്ലസ് ഇവിടെ നിന്ന് ഹാഫ് എം വി സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ട് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞിരിക്കണം. കാരണം നമുക്ക് പ്രോബ്ലം തരുമ്പോൾ ഏത് രീതിയിലാണ് തരാമെന്ന് അറിയില്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനും കൂടി അറിഞ്ഞിരിക്കാം. നമുക്ക് ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതെഴുതി. അതുപോലെ ഐ എന്ന് പറയുന്നത് എം കെ സ്ക്വയർ, കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ജനറേഷൻ ആണെന്ന് പറയാം. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കൂടി കിട്ടി. അപ്പം ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.